ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. CC ഓണം നല്ലോണം പഠിച്ചോണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ യു ജി സി നെറ്റിലെ പേപ്പർ 1 വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ ടീച്ചിങ് ആപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മുടെ ഇക്കഴിഞ്ഞ എക്സാം അല്ലെ, നമ്മുടെ ഈ ജൂണിൽ നടന്ന എക്സാംസിൽ പല ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ പറയേണ്ട കാര്യം, ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഞാൻ പറയുന്നത് ഇനിയിപ്പോ അടുത്ത നമ്മുടെ എക്സാം വരുന്നത് ഇപ്പൊ സോഷ്യോളജി, ഇംഗ്ലീഷ്, അതുപോലെ കൊമേഴ്സ് അല്ലെ, അവരുടെ റീ എക്സാം വരുന്നുണ്ട് സെപ്റ്റംബർ 9 എന്ന തീയതിയിൽ അല്ലെ. അപ്പൊ ആ ഒരു ഡേറ്റില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ എക്സാംസ് എല്ലാം, ഇപ്പൊ കഴിഞ്ഞ എല്ലാ സബ്ജക്ട്സിന്റെ ക്വസ്റ്റ്യൻസും അത്യാവശ്യം സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് വല്ല എ വെച്ചിട്ടാണോ ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു ധാരണയിലാണ് പല എക്സാംസും റീ എക്സാം വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിക്കൊണ്ട് ഞാൻ അടുത്ത എക്സാമും അതുപോലെ ആയിരിക്കാം എന്ന് വെച്ച് പഠിക്കരുത്. അത് ഞാൻ ആദ്യം തന്നെ പറയുവാണ്. കാരണം ഇതിന് റീ എക്സാം വെക്കാനുള്ള കാരണം തന്നെ അതാ അല്ലെ, എ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ്, ഇത്രയും സിമ്പിൾ ആയിരിക്കുന്നു ക്വസ്റ്റ്യൻസ്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെയിം സാധനമാണ് ചോദിച്ചിരിക്കുന്നത് എന്ന കാരണമൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ റീ എക്സാം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന എക്സാം അത്രയും എളുപ്പമാവും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത്ര എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കും ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം, അത്യാവശ്യം ഡിഫിക്കൽട്ടി ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കാണിച്ചാൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയുമായിരിക്കും, പക്ഷെ നിങ്ങൾ ആ ഒരു ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നാം, കാരണം കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ടീച്ചിങ് ആപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ മനസ്സിലാക്കാൻ, റീസെന്റ് ചോദിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റീ എക്സാം അല്ലെ, റീ എക്സാമിനായിട്ടുള്ള ഒരു ബാച്ച് നമ്മുടെ CC ആരംഭിച്ചിട്ടുണ്ട്. സോ സ്പെഷ്യൽ ഫോക്കസ് ബാച്ച് ആണ്. ഓക്കെ, സ്പെഷ്യൽ ഫോക്കസ് ബാച്ച് ആണ്. ഡെയിലി 3 hours ലൈവ് സെഷൻസ് വെക്കുന്നുണ്ട്. ഡെയിലി 3 hours ലൈവ് സെഷൻസ് ആണ് വെക്കുന്നത്. അപ്പൊ ഇത് മതി നിങ്ങൾക്ക് പാസ്സാവാനായിട്ട്. കാരണം നമ്മൾ ഡെയിലി 3 hours എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരാൻ ചാൻസ് ഉള്ള വളരെ നമുക്ക് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഇനിയിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 weeks ഇനിയുള്ളൂ, നമ്മുടെ മുന്നിൽ അത്രയും ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇനിയും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പലരും ചിലപ്പോൾ ആ ഒരു വിഷമത്തിലായിരിക്കും, കാരണം ഇപ്പൊ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയിട്ട് ഇനി ഒരു എക്സാമും കൂടെ എഴുതണം എന്ന് പറയുമ്പോൾ ആ ഒരു വിഷമത്തിലായിരിക്കും. പക്ഷെ നന്നായിട്ട് തന്നെ പഠിക്കുക, വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എന്തായാലും CC നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ റീ എക്സാമിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോക്കസ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കൊമേഴ്സ്, ഇംഗ്ലീഷ് ആൻഡ് പേപ്പർ 1 അതിനായിട്ടാണ് നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓഗസ്റ്റ് 22-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അറേഞ്ച് ദ ഫോളോയിങ് അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. അപ്പൊ പലരും എക്സാംസിന് ഈ ഒരു പേപ്പർ 1 സൈക്കോളജി പാർട്ട് നമ്മുടെ സിലബസിൽ ഇല്ല ആക്ച്വലി അല്ലെ. ടീച്ചിങ് ആപ്റ്റിലുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് എന്നുള്ളൊരു ഭാഗം മാത്രമേ ടീച്ചിങ് ആപ്റ്റിലുള്ളൂ. ബാക്കി നമ്മുടെ തിയറീസ് ഒന്നും അധികം ഇല്ല. പക്ഷെ പല പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്, സൈക്കോളജി പാർട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ഒരു ഭാഗമാണ് നമ്മുടെ എബ്രഹാം മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് അല്ലെ. എബ്രഹാം മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. സോ അറേഞ്ച് ദ ഫോളോയിങ് അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. വി ഹാവ് നോക്കിക്കേ, എസ്റ്റീം നീഡ്സ് ഉണ്ട്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അല്ലെ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ബിലോ. നമുക്ക് ഇവിടെ ഓപ്ഷൻസും കൂടെ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ സമാധാനത്തിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പല ഓപ്ഷൻസ് ആണുള്ളത്. ഇതിലിപ്പോ നമുക്ക് ആദ്യം വരുന്നതും അവസാനം വരുന്നതും മാത്രം അറിഞ്ഞാൽ മതി. ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ടാണല്ലോ ഉള്ളത് അല്ലെ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ടാണുള്ളത്. ഏറ്റവും താഴെ എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്, ഫിസിയോളജിക്കൽ നീഡാ വരുന്നത് അല്ലെ. ഫിസിയോളജിക്കൽ നീഡ് വരും. അടുത്തതില് സേഫ്റ്റി നീഡ് വരും. അടുത്തതില് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് വരും. അടുത്തതിൽ എന്താ വരുന്നത്, ഏതാ വരുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സ് വന്നു, സേഫ്റ്റി നീഡ് വന്നു, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ് വന്നു.
അടുത്തത് വരുന്നത് സെൽഫ് എസ്റ്റീം നീഡ് അല്ലെ, സെൽഫ് എസ്റ്റീം നീഡ് വരുന്നുണ്ട്. പിന്നെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഫിസിയോളജിക്കൽ നീഡാണ് എന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ആദ്യം ഡി വരുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. അപ്പൊ ഈസി ആയിട്ട് ആൻസർ ചെയ്തൂടെ? ഇങ്ങനെ നമുക്ക് ബാക്കി പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ആക്ച്വലി നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ അറിയുവാണെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും നെറ്റിൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് അറിയില്ല എന്ന് വെച്ച് അവിടെ വിടേണ്ട കാര്യമില്ല. നിങ്ങൾ വിടലായിരിക്കും, കാരണം നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഏതെങ്കിലും കറക്കി കുത്തുന്നതിന് പകരം നമ്മൾ ലോജിക്കലി കറക്കി കുത്തി കഴിഞ്ഞാൽ അവിടെ ആൻസർ ശരിയാവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലെ. ആദ്യം ഫിസിയോളജിക്കൽ നീഡ് വന്നു, പിന്നെ അടുത്തത് വരുന്നത് സേഫ്റ്റി നീഡ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് ആണ്. ദെൻ വരുന്നത് സെൽഫ് എസ്റ്റീം നീഡ് ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ജോൺ ഡൂയി ഹെയിൽസ് എഡ്യൂക്കേഷൻ ആസ് എ ട്രൈപോളാർ പ്രോസസ് ഇൻവോൾവിംഗ്. എന്താണ്? ജോൺ ഡൂയി ഹെയിൽസ് എഡ്യൂക്കേഷൻ ആസ് എ ട്രൈപോളാർ പ്രോസസ്. ട്രൈപോളാർ പ്രോസസ് എന്നാണ് എഡ്യൂക്കേഷന് ജോൺ ഡൂയി പറയുന്നത്. ഇതൊരു ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇത് ജനറലി നമുക്ക് അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതും കൂടെ ഇപ്പൊ ജോൺ ഡൂയിന്റെ കാര്യം, നമ്മുടെ പ്രൊജക്ട് മെത്തേഡ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രാഗ്മാറ്റിസം എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. ജോൺ ഡൂയിനെ കുറിച്ച് കുറെ ചോദിച്ചിട്ടുണ്ട്. പ്രൊജക്ട് മെത്തേഡിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രാഗ്മാറ്റിസത്തിന് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പ്രാഗ്മാറ്റിസം എന്നുള്ള ഒരു വേർഡിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഫിലോസഫി പാർട്ട് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ അതിൽ വരുന്ന കുറെ കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ലേണർ ടീച്ചർ സൊസൈറ്റി ആണോ, ലേണർ ടീച്ചർ എക്സാമിനേഷൻ ആണോ? എക്സാമിനേഷൻ എന്ന് എന്തായാലും അദ്ദേഹം പറയില്ല അല്ലെ. പിന്നെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസസ്, ബോർഡ് എക്സാം, അവിടെയും എക്സാം വന്നു. കരിക്കുലം, അസസ്മെന്റ്, ഇവാലുവേഷൻ ആണ്. അതെല്ലാം ഒരേ ബേസിലുള്ള സാധനമാണ്. അതല്ല ലേണിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ട്രൈപോളാർ പ്രോസസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ട്രൈപോളാർ പ്രോസസ് എന്ന് പറയുന്നത് അവിടെ ആരൊക്കെയാണ്? ലേണർ ടീച്ചർ സൊസൈറ്റി. ഓക്കെ, ലേണർ ടീച്ചർ സൊസൈറ്റി. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ട് വന്ന ക്വസ്റ്റൻ ആണ്. ലേണർ ടീച്ചർ സൊസൈറ്റി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, ലേണർ ടീച്ചർ സൊസൈറ്റി. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ക്യാൻ ബി സ്റ്റഡീഡ് ടുഗദർ ഡ്യൂ ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പൊ ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ക്യാൻ ബി സ്റ്റഡീഡ് ടുഗദർ ഡ്യൂ ടു. ഓക്കെ, തിയറി ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, തിയറി ഓഫ് അബ്സല്യൂട്ട് ട്രൂത്ത്, തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ്, തിയറി ഓഫ് മൊണാർക്കിക് ഇന്റലിജൻസ്. എന്തുകൊണ്ടാണ് അതിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്ന് പറയുന്നത്? അതിൽ കോമൺ ആയിട്ടുള്ള കുറെ എലമെന്റ്സ് ഉള്ളത് കൊണ്ടാണ്. തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ് അല്ലെ, തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ നിങ്ങൾ ഒറ്റയ്ക്ക് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഈഡിപ്പസ് കോംപ്ലക്സ് അതുപോലെ ഇലക്ട്ര കോംപ്ലക്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് തിയറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതും അതുപോലെ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിൽ ഒരുപാട് തവണ ചോദിച്ച ഒരു ഏരിയ ആണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന തിയറി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറെ സ്റ്റേജസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? ഓറൽ സ്റ്റേജസ് ഉണ്ട്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ജനേറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞ് സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ആ ഓരോ സ്റ്റേജസും അതിന്റെ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് അതിൽ വരുന്നത്, ആ സമയത്ത് നമ്മൾ ഏത് ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സൈക്കോളജി പാർട്ട് പൂർണ്ണമായിട്ടും വിടരുത് എന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇനി എന്ന് വെച്ച് നമുക്കത് കുറെ ഇമ്പോർട്ടന്റ് അല്ലാത്ത തിയറീസ് ഉണ്ട് സൈക്കോളജിയിൽ, അതെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടും ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട്, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പഠിക്കാം. ഞാൻ ഇപ്പോഴും പറയുവാണ്, ഇപ്പൊ നമ്മുടെ പേപ്പർ 1 എന്ന് പറയുന്നത് ഇപ്പോ ഇത് എഡ്യൂക്കേഷനിൽ ചോദിക്കുന്ന പേപ്പർ 1 അല്ല നമ്മുടെ വേറെ സബ്ജക്റ്റിന് ചോദിക്കുന്നത്. അപ്പൊ അതിൽ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമുക്ക് സിലബസും കാര്യങ്ങളെല്ലാം സെയിം ആണ്, പക്ഷെ ആ ഒരു ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതിന് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. നോക്കിക്കേ, ദ ഈഡിപ്പസ് കോംപ്ലക്സ് ഇൻവോൾവ്സ് ലവ് ഫോർ ഫാദർ ആൻഡ് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് മദർ. എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും? ആ കാര്യം ശ്രദ്ധിക്കുക. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇടി എന്ന് ആലോചിച്ചാൽ മതി. ഇടി അല്ലെ, ഈഡിപ്പസ് കോംപ്ലക്സ് ഇടി. ഇടി എന്ന് പറയുമ്പോൾ ബോയ്സ്, ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, ഇപ്പൊ ശരിക്കും ബോയ്സ് ഗേൾസ് ഒന്നും ഇല്ല. എന്നാലും ഞാൻ പറയാണ്, ബോയ്സ് ആണ് കൂടുതൽ ഇടിക്കുന്നത് അല്ലെ. അങ്ങനെ ഒരു പണ്ടത്തെ കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾ ചിന്തിക്കുക, ബോയ്സ് ആണ് കൂടുതൽ ഇടിക്കുന്നത് അല്ലെ. അപ്പൊ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് വെച്ചാല്
ബോയ്സിന് അമ്മമാരോടുള്ള ഒരു സ്നേഹം അല്ലെ, കൂടുതൽ ഒരു സ്നേഹവും ഒരു കെയർ എല്ലാം ഉണ്ടാവും അമ്മമാരോട് അല്ലെ, അത് ഓപ്പോസിറ്റ് സെക്സ് എന്നുള്ള രീതിയിൽ. അപ്പോ ബോയ്സിന് അമ്മമാരോടുള്ള ഒരു സ്നേഹമാണ് എന്തെന്ന് പറയുന്നത്, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അവർക്ക് അച്ഛന്മാരോട് അത്ര ഒരു ഇതുണ്ടാവില്ല, എന്താ അത്ര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. സോ ഈഡിപ്പസ് കോംപ്ലക്സ് പറയുന്നത് ബോയ്സിന് അമ്മമാരോട് തോന്നുന്നതും, ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് ഗേൾസിന് അച്ഛന്മാരോട് തോന്നുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇതാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, ദ ഈഡിപ്പസ് കോംപ്ലക്സ് ഇൻവോൾവ്സ് ലവ് ഫോർ ഫാദർ ആൻഡ് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് മദർ. അത് തെറ്റല്ലേ? അല്ലെ, തെറ്റാണ്. ഇനി ദ ഈഡിപ്പസ് കോംപ്ലക്സ് ഇൻവോൾവ്സ് ലവ് ഫോർ മദർ ആൻഡ് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് ദി ഫാദർ. ഇവിടെ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്ഷൻസും കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്, എന്നിട്ട് 4 ഓപ്ഷൻസും കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എ വരില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏത് എലിമിനേറ്റ് ചെയ്യാം? എ വരില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഓപ്ഷൻ ബി രണ്ടും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഡിയും ശരിയാണെന്ന്, കാരണം 2 ഓപ്ഷനിൽ ഡിയും കോമൺ ആയിട്ടുണ്ട്. ഇ ഉണ്ടോ ഇല്ലേന്ന് മാത്രം നോക്കിയാൽ പോരെ. നമ്മൾ ഓപ്ഷൻ വൈസ് ആണ്, ഓപ്ഷൻ ആദ്യം നോക്കിയിട്ട് ആൻസറിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ ഉണ്ടോ ഇല്ലേന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി ജസ്റ്റ് ഇ ഉണ്ടോ നോക്കിക്കേ. ഇ എന്ന് പറയുമ്പോൾ ദ ഇലക്ട്ര കോംപ്ലക്സ് ഇൻവോൾവ്സ് ലവ് ഫോർ മദർ ആൻഡ് ജലസി ഫോർ ഫാദർ ആണ്. അതവിടെ തെറ്റല്ലേ? കാരണം ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ലവ് ഫോർ ഫാദർ ആണ്, പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടുള്ള ഒരു സ്നേഹമാണ് അല്ലെ. അപ്പൊ ഈ വരില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാല് നമുക്ക് ആൻസർ ആയി. ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ബി ആൻഡ് ഡി ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 4 ആണ് ബി ആൻഡ് ഡി ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ 4. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നോക്കിക്കേ, ബിയും ഡിയും. ബി എന്ന് പറയുമ്പോൾ ഈഡിപ്പസ് കോംപ്ലക്സ് ഇൻവോൾവ്സ് ലവ് ഫോർ മദർ ആൻഡ് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് ദ ഫാദർ. അടുത്തത് ഡി എന്ന് പറയുന്നത് ദ ഇലക്ട്ര കോംപ്ലക്സ് ഇൻവോൾവ്സ് ലവ് ഫോർ ഫാദർ ആൻഡ് ജലസി ഫോർ മദർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ സൈക്കോളജിക്കൽ അസസ്മെന്റ്. സൈക്കോളജിക്കൽ അസസ്മെന്റിൽ യൂസ് ചെയ്യാത്തതാണ്, ആർ നോട്ട് യൂസ്ഡ് ഇൻ ആണ് അല്ലെ. ആർ നോട്ട് യൂസ്ഡ് ഇൻ സൈക്കോളജിക്കൽ അസസ്മെന്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, റിട്ടേൺ എക്സാം ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ, 4 ഓപ്ഷൻസും കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്തായാലും സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണല്ലോ, അപ്പൊ അത് വരില്ല എന്ന് മനസ്സിലായി. ഇന്റർവ്യൂ നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഓരോ കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ ഇന്റർവ്യൂ നടത്താറുണ്ട്. പിന്നെ കേസ് സ്റ്റഡി ചെയ്യാറുണ്ട്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഇപ്പൊ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്റർവ്യൂ നടത്തുകയാണ്. അല്ലെങ്കിൽ അവരെ കുറിച്ച് അവരൊരു കേസ് ആയിട്ട് എടുത്തുകൊണ്ട് അവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുവാണെങ്കിൽ അതൊരു കേസ് സ്റ്റഡിയാണ്. സോ അതും ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണെന്ന് അറിയാം. ഇനി ഒബ്സർവേഷനും നിങ്ങൾക്കിപ്പോ ഒബ്സർവേഷൻ ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒബ്സർവേഷൻ ഡൗട്ട് ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് മനസ്സിലായി എ എന്തായാലും വരുന്നില്ല, എയും ബിയും ഡിയും വരുന്നില്ല അല്ലെ. എയും ബിയും ഡിയും വരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്തൂടെ, ഇത് എലിമിനേറ്റ് ചെയ്തൂടെ, ഇതും എലിമിനേറ്റ് ചെയ്തൂടെ. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ 1 ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് എല്ലാം നമ്മൾ അവിടെ തന്നെ നോക്കി നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പൊ അതിനേക്കാളും ഓപ്ഷൻസും കൂടെ നോക്കി ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലായി, റിട്ടേൺ എക്സാം മാത്രമാണ് സൈക്കോളജിക്കൽ അസസ്മെന്റ് അല്ലാത്തത്. ബാക്കി എല്ലാം സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇന്റർവ്യൂ, കേസ് സ്റ്റഡി, ഒബ്സർവേഷൻ എല്ലാം എന്താണ്, സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത് നമ്മൾ സൈക്കോളജി പാർട്ട് അധികം വിട്ട് കളയരുത് എന്ന് വെച്ച് വലിയ തിയറീസ് പഠിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ബേസിക് ആയിട്ട് വരുന്ന, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പഠിക്കണം. അതുപോലെ തന്നെ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി അത് നന്നായിട്ട് നോക്കണം. വൈഗോട്സ്കി നോക്കണം. അതുപോലെ ജീൻ പിയാഷയുടെ തിയറി നോക്കണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ മോട്ടിവേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് എന്നുള്ളതിൽ മോട്ടിവേഷൻ നന്നായിട്ട് പഠിക്കണം. മോട്ടിവേഷൻ എന്നുള്ളൊരു ഭാഗം പഠിക്കണം. അതുപോലെ തന്നെ ഇന്റലിജൻസ്, അതിൽ തന്നെ തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഉള്ളൊരു ഭാഗം വരുന്നുണ്ട്. ആ ഇന്റലിജൻസിലെ എല്ലാ തിയറീസും, നമ്മുടെ ആൽഫ്രഡ് ബെനറ്റിന്റെ തിയറി, അതുപോലെ തന്നെ 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്, പിയർമാന്റെയും അതുപോലെ ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളൊരു ഭാഗം, പിന്നെ ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ വന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ കവർ ചെയ്തിരിക്കുന്നത്. ഇനി അത് എക്സാം ഈസി ആയതുകൊണ്ടാണ്. ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സ്വയം, അതുപോലെ സ്വയം പ്രഭ, മൂഡിൽ,
അതുപോലെ തന്നെ നമ്മുടെ LMS കുറിച്ച് ചോദിക്കാറുണ്ട്, ഈ പോർട്ട്ഫോളിയോ അതിനെ പറ്റി ചോദിക്കാറുണ്ട്, നമ്മുടെ CBCS ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആ ഒരു ഭാഗത്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നവരും അത്തരത്തിലുള്ള ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അതൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. നമ്മുടെ റീ എക്സാം ഉള്ള സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോക്കസ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 22-ാം തീയതി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി 3 hours ലൈവ് സെഷൻസ്, ഡെയിലി 3 മണിക്കൂർ ലൈവ് സെഷൻസോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്ന ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൊമേഴ്സ്, ഇംഗ്ലീഷ് ആൻഡ് പേപ്പർ 1 ഇതിനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം. ആൻഡ് കൂടുതൽ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു. CC ഓണം നല്ലോണം പഠിച്ചോണം.